പ്രത്യാശയുടെ സൗന്ദര്യമാണ്. എല്ലാം തീർന്നെന്ന് പറഞ്ഞ് കല്ലറ അടച്ചു വെച്ചു, കല്ലുരുട്ടി വെച്ചു, അതിന് സീല് വെച്ചു, ചുറ്റും പടയാളികൾ കാവൽ നിൽക്കുന്നു. എല്ലാം തീർന്നു കുഞ്ഞേ, ഇനി ഒന്നും ബാക്കിയില്ല. ഒരു ശ്വാസം പോലും ബാക്കിയില്ല, ഒരു ഹൃദയമിടിപ്പ് പോലും ബാക്കിയില്ല, രക്തത്തിന് ചൂടില്ല. എല്ലാം തണുത്ത് മരവിച്ച് ഉറഞ്ഞു കിടക്കുന്നു, ചലനമറ്റ് കിടക്കുന്നു. ഇനി ഒന്നും നോക്കണ്ട, എല്ലാം തീർന്നു. എല്ലാ പ്രത്യാശയും അവസാനിച്ചു. ഇനി എന്ത് നോക്കിയിരിക്കാനാണ്? കല്ലറയിൽ നിന്ന് ഇനി എന്ത് പുറത്തു വരാനാണ്? അങ്ങനെ ഒന്നും പുറത്തു വരാനില്ലാത്ത കല്ലറയുടെ മുൻപിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കുന്നത് പ്രത്യാശയുടെ സൗന്ദര്യം ധ്യാനിച്ചുകൊണ്ടാണ്. കാരണം എല്ലാം തീർന്നിടത്തു നിന്ന് തുടങ്ങാൻ, വീണ്ടും തുടങ്ങാൻ, കൂടുതൽ ശക്തമായി തുടങ്ങാൻ കഴിയുന്ന കർത്താവിന്റെ ഉദ്യാനത്തെയാണ് കല്ലറയുടെ മുൻപിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അവിടെ പ്രത്യാശയുടെ സൗന്ദര്യമുണ്ട്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ പൗലോസ് പറയുന്നു, തിങ്ക് വാട്ട് എവർ ഈസ് ലവ്ലി. സ്നേഹാർഹമായതിനെ കുറിച്ച് ചിന്തിക്കുവിൻ.